കാര്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ആംഗുലാർ മൊമെന്റം ആണ് അടുത്ത് പഠിക്കാനുള്ളത്. ഹെഡിങ് എഴുതിക്കോ, ആംഗുലാർ മൊമെന്റം. ഹെഡിങ് എഴുതിക്കോളൂ, ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിനെ ഈ ചാപ്റ്ററിനകത്ത് ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ അല്ലെങ്കിൽ എല്ല് വെച്ചിട്ടാണ്. ഇതിനെ നമ്മൾ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയും. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം. നമ്മൾ ടോർക്കിനെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ മൊമെന്റ് ഓഫ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് റൊട്ടേഷണൽ മോഷനിലുള്ള കൺസെപ്റ്റ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സിനെ ടോർക്ക് എന്ന് പറയുന്നു. അതേപോലെ തന്നെ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ മൊമെന്റം എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പം ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ സിംപ്ലി നമുക്കറിയാം സൈഡിലോട്ട് എഴുതിയിടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ലീനിയർ മൊമെന്റം P = m × v എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? നമുക്കറിയാം ആംഗുലാർ മൊമെന്റത്തിനെ L എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് മാസിന്റെ എന്താണ് റൊട്ടേഷണൽ മോഷനിലുള്ള അനലോഗി എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ആണ്. വെലോസിറ്റിയുടെ എന്താണ് റൊട്ടേഷണൽ മോഷനിലുള്ളതെന്ന് പറയുമ്പോൾ ഒമേഗയാണ്. അപ്പൊ L = I ഒമേഗയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു ഇക്വേഷനോടെ ലീനിയർ മൊമെന്റത്തിനുണ്ട്. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലീനിയർ മൊമെന്റ് അല്ല, ആംഗുലാർ മൊമെന്റത്തിനുണ്ട്. എന്നാൽ നമ്മൾ പഠിക്കുക, ഇത് സൈഡിലോട്ട് എഴുതി ഇട്ടേക്കണം. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷൻ അല്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിക്കോളൂ, അത് എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് റേഡിയസ് വെക്റ്റർ r and momentum vector. നമ്മൾ ടോർക്കിനെ ഇറ്റ് ഈസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് റേഡിയസ് വെക്ടർ ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് എന്താണ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് റേഡിയസ് വെക്ടർ ആൻഡ് ലീനിയർ മൊമെന്റം ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആംഗുലാർ മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ L ആണെങ്കിൽ അതിനെ നമ്മൾ ഈ രീതി വെച്ച് എഴുതുമ്പോൾ വെക്ടർ R ക്രോസ് വെക്ടർ മൊമെന്റത്തിന്റെ ലീനിയർ മൊമെന്റത്തിന്റെ സിമ്പൽ എന്താ? P ആണ്. കണ്ടോ, ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് റേഡിയസ് വെക്ടർ ആൻഡ് ലീനിയർ മൊമെന്റം L ക്രോസ് P. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് നിങ്ങൾ ഓൾറെഡി ഓർക്കുക, നമ്മൾ ആംഗുലാർ മൊമെന്റത്തിനെ പറ്റിയാണ് പറയുന്നത്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം, അതായത് ലീനിയർ മൊമെന്റത്തിന്റെ മൊമെന്റ് എന്ന് ഉദ്ദേശിച്ചാൽ ലീനിയർ മൊമെന്റത്തിന്റെ സർക്കുലാർ കൺസെപ്റ്റിലുള്ള മൊമെന്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാലോ ഫോഴ്സിന്റെ റൊട്ടേഷണൽ മോഷനിലുള്ള കൺസെപ്റ്റ്, അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടോർക്കാണ്. മനസ്സിലായല്ലോ? അപ്പം ഇത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനിയും ഇതിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, നമ്മൾ ടോർക്കിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിച്ചത്. ഓർക്കുന്നുണ്ടോ? നമ്മൾ തമ്പ് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ 4 ഫിംഗർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തമ്പിന്റെ ഡയറക്ഷനിൽ എന്ത് ഫ്ലോ ചെയ്യും, അല്ലെ എന്ത് ഡയറക്ഷൻ കാണിക്കും? ടോർക്കിന്റെയും. ബാക്കി ഈ ഫിംഗർ ഇങ്ങനെ കറങ്ങുന്നതിന്റെ ഇതില് നമ്മൾ എന്താ ആറിൽ നിന്ന് പിയിലോട്ട് ക്രോസ് ചെയ്യുന്നത്. അതായത് ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആറിൽ നിന്ന് എഫിലോട്ട്, അതായത് 6 ഇതാണ്, എഫ് ഇതാണെങ്കിൽ നമ്മൾ ആറിൽ നിന്ന് എഫിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വിരൽ പിടിക്കേണ്ടത് ഈ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ടോർക്ക് മുകളിലോട്ട് ആക്ട് ചെയ്യും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ സെയിം റൂള് തന്നെയാണ് ഇവിടെ എന്താണ് ആംഗുലാർ മൊമെന്റത്തിന്റെയും ഇതിൽ പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, the direction of angular momentum is also given by right hand thumb rule. ഇനിയും ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ റേഡിയസ് എന്താണ്? വെക്ടർ R ക്രോസ് P ആണ്, അല്ലേ? റേഡിയസിന്റെ യൂണിറ്റ് മീറ്ററും ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡും. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് വരുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് വരും.
അതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ എന്ത് യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു ഡോട്ട് ഇട്ട് ചോദിക്കും പരീക്ഷയ്ക്ക്, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കും. ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞു ചോദിക്കും. അത് ആംഗുലാർ മൊമെന്റമാണ്. ചെറുതാക്കാം, എഴുതിയെടുക്കാനുള്ളവർക്ക് എഴുതിയെടുക്കാം. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എഴുതിക്കോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ linear momentum and angular momentum. Angular momentum and torque കേട്ടോ. Relationship between angular momentum and torque. Angular momentum and torque. അപ്പം നമുക്ക് അറിയാവുന്ന, അതായത് ആംഗുലാർ മൊമെന്റം, അതായത് എല്ലും ടോയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനുവേണ്ടി നമുക്കറിയാവുന്ന എന്താണെന്നറിയോ? നമുക്ക് L = വെക്റ്റർ R ക്രോസ് P എന്ന് നമുക്കറിയാം. ഇതിനെ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, പക്ഷെ രണ്ടെണ്ണത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാനിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. ഡിഫറൻഷിയേറ്റിംഗ് with respect to time. എല്ലാത്തിനും ടൈമിന് അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ dl divided by dt, ഇത് WR എന്നിട്ടിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് എന്നാണ്. dl by dt is equal to d by dt of എന്താണ്? വെക്റ്റർ R ക്രോസ് വെക്റ്റർ P എന്ന് എഴുതാൻ പോവാ. ഓക്കെ, ഇനി d by dt of രണ്ട് ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ ഈ d by dt നെ ഒരു കളവ് ചെയ്യുക കള്ളത്തരം ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് d by dt എന്ന് പറയുമ്പോൾ കളവ് ചെയ്യുക എന്നുള്ളതാണ്. ആറും പിയും രണ്ട് കള്ളന്മാരാണ്. ഓക്കെ ആണല്ലോ? അപ്പം R എന്ന് പറയുന്ന ആളും കള്ളനാണ്, P എന്ന് പറയുന്ന ആളും കള്ളനാണ്. ഈ d by dt എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന കളവിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ കള്ളന്മാർ ചെയ്യുന്ന കളവിനെ d by t എന്ന് പറഞ്ഞ് എടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? ആദ്യം ഒരാൾ പുറത്ത് നിന്നിട്ട് മറ്റവൻ കയറി കട്ടു. അതായത് നോക്കിക്കോളൂ, R പുറത്ത് നിന്നിട്ട് കണ്ടോ കളവ് ചെയ്യുക. ആരാ? d by dt ചെയ്യുക. d by dt ആരെയാ? കണ്ടോ, P ആണ് അകത്ത് കയറി കട്ടത്.
ഓക്കെ, ഇത് ക്രോസ് ആണ് കാരണം രണ്ടും വെക്ടർ. അതേപോലെ തന്നെ പ്ലസ്. ഇനി അടുത്ത എന്ത് അറിയോ, പീനെ പുറത്ത് നിർത്തിയിട്ട് ആര് കയറി കാക്കുമെന്ന് അറിയാമോ? ഡി ബൈ ഡി ടി ഓഫ് കണ്ടോ ആർ, അതായത് ആറ് കയറി കക്കും. ഓക്കെ ആണല്ലോ. ഈ ഡി ബൈ ഡി ടി എന്ന് പറയുന്നൊരു കളമായിട്ട് എടുക്കുക. കളം എന്ന് പറയുമ്പോൾ കള്ളത്തരം, അതായത് കക്കുക, അതായത് രണ്ട് കള്ളന്മാര് കക്കാൻ കയറിയതിന്റെ കഥയാണെന്ന് പറയുന്നത്. അപ്പം ഒരാളെ പുറത്ത് നിർത്തിയിട്ട് ഒരാൾ കട്ടു, മറ്റേ ആളെ പുറത്ത് നിർത്തി അടുത്ത ആൾ കട്ടു. ഓക്കെ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി പി ബൈ ഡി ടി എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സ് അല്ലേ. കാരണം നമ്മൾ പഠിച്ചായിരുന്നു സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നാൽ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വെച്ചിട്ടാണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വെച്ചിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡി പി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് എന്ന് കൊടുക്കും, വെക്ടർ ആണ്. പ്ലസ് പി നമുക്കറിയാം എന്താണെന്നറിയാമോ, മാസ് ഇൻറ്റു വെലോസിറ്റി വെക്ടർ ആണ്. ക്രോസ് ഡി ആർ ബൈ ഡി ടി നോക്കിയേ, അതായത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ എന്താ, വെലോസിറ്റി അല്ലേ. അപ്പം ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇതും വെലോസിറ്റി ആയിട്ട് എടുക്കാം. ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫിനെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പഠിച്ചായിരുന്നു ടോർക്ക് ടോയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ടോ എന്ന് വരും. പ്ലസ് ഇവിടെ നോക്കിയേ, എം കോൺസ്റ്റന്റാ, ഇത് വി ക്രോസ് വി അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വി ഇൻറ്റു വി സൈൻ തീറ്റ എന്ന് എടുക്കാമല്ലോ. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ എ ക്രോസ് വെക്ടർ ബിനെ നിങ്ങൾക്ക് എ ബി സൈൻ തീറ്റ എന്ന് എഴുതാം. തീറ്റ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ. അതേപോലെ തന്നെ വെക്ടർ എ ക്രോസ് വെക്ടർ എ എന്ന് പറയുമ്പോൾ എ സൈൻ തീറ്റ അല്ലേ. ഇതിന്റെ ആൻസർ 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? കാരണം എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ട് പോകുന്നു, അതിന്റെ മുകളിൽ കൂടെ തന്നെയാണ് വീണ്ടും അതിനെ കൺസിഡർ ചെയ്താൽ അതിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ തീറ്റ 0 ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, വെക്ടർ എ സൈൻ 0 എന്ന് വരും, സൈൻ 0 ആണ്. അങ്ങനെയാണ് ഇതിന്റെ വരുന്നത് 0. അപ്പൊ ഓൾറെഡി ഇതിന്റെ ഈ ഭാഗം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഡി എൽ ബൈ ഡി ടി, ഇവിടെ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ പ്ലസ് എം ഇൻറ്റു 0 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി ഡി എൽ ബൈ ഡി ടി എന്ത് കിട്ടുന്നു, ഈസ് ഈക്വൽ ടു ടോ. കണ്ടോ? അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് വരുന്നു. ഇത് നമ്മുടെ റിലേഷൻഷിപ്പ്. ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഇല്ല. ഇത് 150 അല്ല, ഒരു 350% ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്ക്. ചെറുതാക്കാം, എഴുതിയെടുത്തോളൂ. ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ ശരിക്കും പഠിപ്പിക്കാൻ. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് നമ്മൾ ഈ അനലോഗീസിനെ പറ്റി പഠിക്കാൻ പോകും. അനലോഗി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ?
ലീനിയർ മോഷനിൽ എന്താണോ അത് റൊട്ടേഷണൽ മോഷനിൽ ആ ക്വാണ്ടിറ്റി എന്ത് പറയും? അതാണ് അതിന്റെ അനലോഗി. ലീനിയർ മോഷന്റെ അനലോഗി എന്ന് പറയുമ്പോൾ ലീനിയർ മോഷനിൽ അതിന്റെ പേരെന്താണോ അത് റൊട്ടേഷണൽ മോഷൻ അതിനെ എന്തെന്ന് പറയും, അതിന്റെ സിമ്പൽ എന്താണോ അതിന്റെ ഇക്വേഷൻ എന്താണ്, അതിനെയാണ് അനലോഗി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, 1 മാർക്കിനോ 2 മാർക്കിനോ ഒരു ഇത് തന്നിട്ട് അതിന്റെ റൊട്ടേഷണൽ മോഷനുള്ള അനലോഗി എന്താ, ഇല്ല റൊട്ടേഷണൽ മോഷനിൽ തന്നിട്ട് ലീനിയർ മോഷനിലുള്ള അനലോഗി എന്താ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പം ഇങ്ങനെ എഴുതാം, കമ്പാരിസൺ ഓഫ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതായത് ട്രാൻസ്ലേഷൻ മീൻസ് ലീനിയർ മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കമ്പാരിസൺ ഓഫ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ. അതിൽ നോക്കിയോ, ലീനിയർ മോഷൻ ഇവിടെ എഴുതുകയാണ്, ലീനിയർ മോഷൻ ഇവിടെ എഴുതുന്നു, അതേപോലെ തന്നെ ഇവിടെ റൊട്ടേഷണൽ മോഷൻ എഴുതുന്നു, റൊട്ടേഷണൽ മോഷൻ ഇവിടെ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഈ ലീനിയർ മോഷനകത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർ എന്നോ ഒക്കെ പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുണ്ട്. എക്സ് എന്ന് എടുക്കുക. ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണെന്നറിയാമോ, അത് ഇവിടെ വരുമ്പോഴത്തേക്കും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആവും. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആവും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന തീറ്റ ആണ്. അതിന്റെ ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൽ ബൈ ആർ എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ ആർ എന്ന് എടുക്കാം. അതൊക്കെ നമ്മൾ പണ്ട് നേരത്തെ പഠിപ്പിച്ചതാണ്. ഓക്കെ, രണ്ടാമത്തേത് മാസ് ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് എടുക്കാം. വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്ന വി ആണ്. അതിന്റെ ഇക്വേഷൻ ഡി എക്സ് ബൈ ഡി ടി ആണ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അല്ലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇവിടത്തെ ഇതെന്ന് പറയുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റിക്ക് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ എന്നാണ്. ഒമേഗനെ നമുക്ക് ഇത് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞ പോലെ അവിടെ വേണമെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. പക്ഷെ ഇതല്ല നമ്മൾ യൂഷ്വലി ഒമേഗയ്ക്ക് ഉപയോഗിക്കുന്നത്. ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ ആണ് ഉപയോഗിക്കുന്നത്. ഇതും പഠിപ്പിച്ച എങ്ങനെ വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിനകത്ത് പഠിപ്പിച്ചതാണ്. അടുത്തത് മൂന്നാമത്തേത് വരുന്ന സമയത്ത് ആക്സിലറേഷൻ ആണ്. അതിനെ നമ്മൾ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നാണ് എഴുതുന്നത്. ഇവിടെ ആംഗുലാർ ആക്സിലറേഷൻ എഴുതും. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആൽഫയാണ്. ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ശരിക്കും ഇതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. യൂഷ്വലി ആൽഫ ഈക്വൽ ടു നമ്മൾ ഉപയോഗിക്കുന്നത് എ ബൈ ആർ ആയിരിക്കും. അടുത്തത് നാലാമത്തേത് മാസ് ആണ്. മാസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, എം എന്നാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ റൊട്ടേഷണൽ കോൺസെപ്റ്റിൽ അതിന്റെ അനലോഗി മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അതിനെ നമ്മൾ ഐ എന്ന് ഡിനോട്ട് ചെയ്യും. അത് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ കൺസെപ്റ്റ് വരുന്ന സമയത്ത് വർക്ക് ഡണ്ണിനെ നമ്മൾ ഡി ഡബ്ല്യു എന്ന് എടുക്കാം. സ്മോൾ വർക്കാണ്. നമുക്കറിയാം ഡി ഡബ്ല്യുവിനെ നമുക്ക് എഫ് ഡി എസ് എന്നല്ല എഴുതുന്നത്, എഫ് ഇൻറ്റു ഡി എസ് എന്നാണ് എഴുതുന്നത്, ഇല്ലയോ? അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് എഴുതിയേ. ഇവിടെ നോക്കിയോ, ഇവിടെ വരുന്ന സമയത്ത് ഇവിടത്തെ വർക്ക് ഡൺ സ്മോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി ഡി ഡബ്ല്യു ഈക്വൽ ടു ഇവിടെ ടോർക്ക് ഇൻറ്റു എന്താണെന്നറിയോ, ടോ ഇൻറ്റു ഡി തീറ്റ എന്നാണ് എഴുതുന്നത്. കണ്ടോ? കാരണം ഇവിടെ ഫോഴ്സിന് പകരം ഇവിടെ ടോർക്ക് ഉപയോഗിക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് പകരം എന്താണ് തീറ്റ ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇല്ലെങ്കിൽ ഇവിടെ എഫ് ഡി എക്സ് ഒന്നും കൺസിഡർ ചെയ്യാൻ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വേണമെങ്കിൽ ഡി എസിന് പകരം ഡി എക്സ് എന്ന് എടുക്കാം. അതേപോലെ തന്നെ കൈനറ്റിക് എനർജീനെ നമ്മൾ ഇവിടെ ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. എന്നാൽ ഇവിടെ കൈനറ്റിക് എനർജീനെ നമ്മൾ ഹാഫ് എമ്മിന് പകരം ഐ, വിക്ക് പകരം ഒമേഗ സ്ക്വയർ എന്നാണ് എടുക്കാൻ. അടുത്തത് ഏഴാമത്തേത് പവറിനെ നമുക്ക് ഇവിടെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് എടുക്കുന്നത്. എന്നാൽ ഇവിടെ പവറിനെ റൊട്ടേഷണൽ മോഷനിൽ പവറിനെ നമുക്ക് ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി എന്ന് എടുക്കാം.
ഇനി എട്ടാമത്തേത് ലീനിയർ മൊമെന്റം പി ഈസ് ലീനിയർ മൊമെന്റം ലീനിയർ മൊമെന്റം നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞാണ് ലീനിയർ മൊമെന്റം പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ആംഗുലാർ മൊമെന്റം നമുക്ക് ആംഗുലാർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു ഐ എമ്മിന് പകരം ഐ വിക്ക് പകരം ഒമേഗ ഐ ഒമേഗ ഇതെല്ലാം വേറെ ഇക്വേഷനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറുതാക്കാം, എഴുതിയെടുക്കാനുള്ളവർക്ക് എഴുതിയെടുക്കാം. 2 ടോപ്പിക് കൂടെ പഠിപ്പിക്കാനുള്ളൂ, ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പഠിച്ചതാണ്. അതായത് എന്താണ്, ഇഫ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കൺസേർവ്ഡ്. എന്നാൽ ഇവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പഠിക്കാനുണ്ട്. അത് ലോ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കണം, അത് പ്രൂവും ചെയ്ത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, നമുക്ക് തന്നെ ഇങ്ങനെ എഴുതാം. ഹെഡിങ് എഴുതിക്കോളൂ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് law of conservation of angular momentum. അപ്പം അവിടെ if no external force act on a body total linear momentum remains conserved. അതായത് momentum before collision is equal to momentum after collision. അതേപോലെ തന്നെ ഇവിടെ ഫോഴ്സ് എന്നല്ല പറയേണ്ടത്, if no external torque act on a body total angular momentum remains conserved എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം, if there is no external torque acting on a rotating body. റൊട്ടേറ്റിംഗ് ബോഡിയിൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ടോട്ടൽ ആംഗുലാർ മൊമെന്റം remains conserved. ഓർ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കോൺസ്റ്റന്റ് എന്നും കൂടെ എഴുതിയാൽ. നമുക്ക് നോക്കാം, ഇവിടെ നമുക്കറിയാം dl/dt ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം, അത് ടോ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ. എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ടോ ഈസ് ഈക്വൽ ടു 0. therefore നമ്മുടെ dl/dt എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ചോണം, ഏതെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റി 0 വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് നമുക്ക് ആൻസർ എത്ര കിട്ടിയിരിക്കുന്നത്? 0. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ dl/dt ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടിയെങ്കിൽ L ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നർത്ഥം. therefore L is a constant. ഇനി എപ്പോഴും ആലോചിച്ചോണം, ഇനി നമ്മൾക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാം, അതുകൂടെ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു.
ഇതങ്ങ് എഴുതിയെടുത്തു, ചെറുതാക്കാം, ഇതങ്ങ് എഴുതിയെടുത്തു, എന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നോക്കിയോ, നമ്മൾ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. നമുക്കറിയാം, ഇതിന്റെ താഴോട്ട് തന്നെ എഴുതിക്കോ, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം L ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഇല്ലയോ? L ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം, അല്ലേ? ഈ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് I ഒമേഗ ആയിട്ട് എടുക്കാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ I ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ അവിടുന്ന് I ഈസ് ഈക്വൽ ടു നമുക്ക് കോൺസ്റ്റന്റ്, ഈ ഒമേഗനെ താഴെ കൊടുക്കുക, ഒമേഗ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ ഒമേഗ എന്ന് വരും. അവിടുന്ന് I ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് I ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു 1 ബൈ ഒമേഗ എന്ന് വരുന്നു. അവിടെ ഒന്ന് നോക്കി, നമുക്കറിയാം നമ്മൾ ഈക്വൽ ടു ഇടാൻ വേണ്ടിയാണ് കോൺസ്റ്റന്റ് ഇട്ട് യൂഷ്വലി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി, ഇല്ലേ? നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി ആക്കിയാലോ, ദെൻ ഇങ്ങനെ വരും. അതായത് I ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ എന്ന് വരും. അതിനർത്ഥം എന്താണെന്നറിയോ? ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ increases angular frequency decreases. ശരിയല്ലേ? ഇൻവേഴ്സ്ലി, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടിയാൽ ആംഗുലാർ ഫ്രീക്വൻസിയിലെ ആംഗുലാർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ്. ഓക്കെ, അതായത് ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമുക്ക് ഒരു കാര്യം മനസ്സിലായിക്കോണം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നിങ്ങളുടെ ചോദ്യ പേപ്പറിനകത്ത് ഒരു ഡാൻസർ നമുക്കറിയാലോ, ഇപ്പം എന്താണ്, കുച്ചിപ്പൊടിയൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ഡാൻസേഴ്സ് എന്ത് ചെയ്യും? തലയിൽ ഇങ്ങനെ ഒരു കുടം വെച്ചിട്ടാണല്ലോ കളിക്കുന്നത്, ശരിയല്ലേ? നിങ്ങൾക്ക് അറിയാം, അല്ലേ? അപ്പൊ ആ കുടം വെച്ച് കളി, ഞാൻ ജസ്റ്റ് ചുമ്മാ ഇത് റെപ്രസെന്റ് ചെയ്യാണ്, എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ വേണ്ട ഇങ്ങനെ ഒരു കണ്ടോ, ഇത് തല മാത്രം ഞാൻ വരയ്ക്കുന്നു, കയ്യ്, രണ്ട് കാല്. ഓക്കെ, ഇങ്ങനെ വെക്കുകയാണ്. ഞാൻ ഇച്ചിരി കൈ ഇങ്ങനെയാണ് ഇപ്പൊ കൈ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, കൈ ഇങ്ങനെ വെച്ച് കറങ്ങുമ്പോഴാണോ ഈ ആൾക്ക് സ്പീഡ് കൂടുന്നത്, ഈ ഡാൻസറിന്റെ സ്പീഡ് കൂടുന്നത്, അതോ കൈ ദണ്ട് ഇങ്ങനെ വെച്ച് കറക്കുമ്പോഴാണോ? നോക്കിക്കോണേ, കൈ ദണ്ട് ഇങ്ങനെ വെച്ച് കറക്കുമ്പോഴാണോ? കണ്ടോ, ഇങ്ങനെ കൈ കെട്ടി വെച്ചിരിക്കുക, നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ദണ്ട് ഇങ്ങനെ. അതായത് ഞാൻ ചോദിച്ചത് ദണ്ട് ഇതാണ്, അതായത് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങത്തില്ലേ ഡാൻസ് കളിക്കുമ്പോൾ, ഇങ്ങനെ കറങ്ങുമ്പോഴാണോ അതോ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴാണോ നമുക്ക് എന്താണ് സ്പീഡ് കൂടുതലെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് രണ്ട് പടം തരും, എന്നിട്ട് ചോദിക്കും എന്താണ് അണ്ടർ വിച്ച് കണ്ടീഷൻ അല്ലെങ്കിൽ വിച്ച് ഡയഗ്രാം ഷോസ് ഇൻക്രീസ്ഡ് ആംഗുലാർ വെലോസിറ്റി എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദിക്കും. ചിലപ്പം ഈ ഒരു ഡൈവർ ഡൈവ് ചെയ്യുന്നതിന്റെ ഒരു പടമായിരിക്കും തരുന്നത്, എന്നിട്ട് ചോദിക്കും അതിനകത്ത് ഏതിനാണ് ഇത് കൂടുതലെന്ന് ചോദിക്കും, അതിന്റെ റീസണും ചോദിക്കും. പറഞ്ഞുതരാം, ഇവിടെ ശ്രദ്ധിച്ചോണം. ഇത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കോളൂ, എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പടം ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കി വെക്കുവാണ്, താഴോട്ടൊന്ന് നീക്കി വെക്കുവാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് നോക്കിക്കോളൂ, ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു mr² ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് കോൺസ്റ്റന്റ് ആണ്, റേഡിയസിനെ ആയിരിക്കും. ഉദാഹരണം പറയാം, നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ ഈ റേഡിയസിൽ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈ റേഡിയസിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ കറങ്ങുവാന്ന് വിചാരിക്കാം. ഓക്കെ,
അതേപോലെ തന്നെ വേറൊരു ഒബ്ജക്റ്റ് ഈ റേഡിയസിൽ കറങ്ങുവാന്ന് വിചാരിക്കാം. ഓക്കെ ഇത് R1 എന്ന് എടുക്കാം, ഇത് R2 എന്ന് എടുക്കാം. അപ്പൊ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സെയിം മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണെന്ന് കരുതിക്കോ, I ഈസ് ഈക്വൽ ടു ഇവിടെ mR1 സ്ക്വയറും ഇവിടെ I ഈസ് ഈക്വൽ ടു mR2 സ്ക്വയറും ആണ്, അല്ലയോ? അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്ര R1 സ്ക്വയർ ആണ്, ഇവിടെ I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 സ്ക്വയർ ആണ്. അപ്പം ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആർക്കായിരിക്കും കൂടുതൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ റേഡിയസ് കുറവായതുകൊണ്ട് തന്നെ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും, കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റേഡിയസ് കുറയുവാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. ഇവിടെ റേഡിയസ് കൂടുതലാണ്, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കും. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ ഇവിടെ. അപ്പം ഇതിൽ ആരായിരിക്കും നല്ല വെലോസിറ്റിയിൽ കറങ്ങുന്നത്? അപ്പൊ നമുക്ക് ഈ റിലേഷനിലേക്ക് വരണം. അപ്പം ഇവിടെ ഇനേർഷ്യ കൂടുതൽ ഇതിനാണ്. അപ്പം ഇനേർഷ്യ കൂടുതൽ ഇതിനാണെങ്കിൽ അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി കുറവായിരിക്കും. അപ്പൊ ഇതിന് സ്പീഡ് കുറവായിരിക്കും, ഇതിനായിരിക്കും സ്പീഡ് കൂടുതൽ. അപ്പം നമ്മുടെ ഡാൻസറിന്റെ കേസ് ഒന്ന് നോക്കി. ഡാൻസറിന്റെ കേസ് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്, കൈ ഇങ്ങനെ വെച്ച് കറങ്ങുമ്പോൾ റേഡിയസ് കൂടുതലാണ്. കൈ ഇങ്ങനെ വെച്ച് കറങ്ങുമ്പോൾ റേഡിയസ് കൂടുതലാണെങ്കിൽ അവിടുത്തെ, അതായത് ഞാൻ ആ ഡാൻസറിന്റെ കേസിൽ വരയ്ക്കാം, നോക്കിയോളൂ. ഡാൻസറിന്റെ കേസ് എടുക്കുകയാണ്, ഡാൻസറിന്റെ കേസ് മുകളിലോട്ടാക്കാം, നോക്കിയോളൂ. ഇവിടെ എന്താണ്, ഈ ഡാൻസറിന്റെ കേസിൽ ഇവിടെ റേഡിയസ് കൂടുതലാണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്തായിരിക്കും? I ഇവിടെ കൂടുതലായിരിക്കും. I ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ഫ്രീക്വൻസി ആയതുകൊണ്ട്, ഇവിടെ ആംഗുലാർ വെലോസിറ്റി ആയതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റി ഇവിടെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ കറങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി കുറവായിരിക്കും. ഇവിടെ നോക്കിയോ, ഇവിടെ റേഡിയസ് കുറവാ, അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. അതായത് റേഡിയസും മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. R കുറഞ്ഞാൽ I കുറയും. I കുറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയും എന്താണ്, മൊമെന്റ് ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി എന്നാണ് വരുന്നത്, ക്ഷമിക്കണം, ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റിയും മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവായതുകൊണ്ട് കണ്ടോ, ഇവിടെ എന്താണ്, ആംഗുലാർ വെലോസിറ്റി കൂടുതലായിരിക്കും. കണ്ടോ? അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് കറങ്ങുമ്പോഴാണ് സ്പീഡ് കൂടുന്നത്. ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഈ എറോബിക്സ് എന്ന് പറയുന്ന ഒരു അക്രോബാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡാൻസിന്റെ ശാഖയുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ വീഡിയോ ഒന്ന് അടിച്ചു നോക്കണം. അവിടെ എന്താണ് ബാംഗ്ലൂർ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബാംഗ്ലൂർ അല്ല, സോറി, ബോംബെ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ചേട്ടനും ഒരു അനിയത്തിയും കൂടെ, ഒരു കുഞ്ഞു ചേട്ടൻ ഒത്തിരി വലുതും അനിയത്തി വളരെ കുഞ്ഞ, അവർ രണ്ടുപേരും ഡാൻസേഴ്സാണ്. അവര് ഈ ഒരു ടൈപ്പ് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഡാൻസിന്റെ യൂട്യൂബ് ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. അപ്പം അവര് സ്പീഡ് കൂട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കൂട്ടാൻ വേണ്ടി അവർ ബോഡി തന്നെ ഇങ്ങനെ അകത്തോട്ട് വലിക്കും. എന്നിട്ട് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ സ്പീഡ് കുറയും. ഇങ്ങനെ അടുത്തോട്ട് വെക്കുമ്പോൾ, കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കൈ വെച്ചാൽ മതി. സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യും? സ്പീഡ് കുറയും ചെയ്യും. ഇത് തന്നെയാണ് നമ്മുടെ ഡൈവർമാർ ചെയ്യുന്ന പരിപാടി. ഡൈവർമാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഡൈവർമാര് ഇപ്പൊ ഇതാണ് ചാടുന്നത്, ഇത് നമ്മുടെ താഴത്തെ എന്താണ് ഒരു കുളമാണെന്ന് വിചാരിച്ചോ. ഡൈവർ ഇപ്പം ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഇങ്ങനെ ഒരു ഡൈവർ നിൽക്കുവാണ്. ഓക്കെ, ഈ ഡൈവർ തന്നെ ഇങ്ങനെ ചാടുന്ന സമയത്ത് ആദ്യം ഇതവന്റെ തല അവൻ തന്നെ ഇങ്ങനെ ആയിരിക്കും ചാടുന്നത്, ഇല്ലേ? പിന്നെ അവൻ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും അവന്റെ തല ഇങ്ങനെ അങ്ങ് ആക്കും. അവന്റെ കാലും തലയും തമ്മിൽ കണ്ടോ ഇങ്ങനെ മുട്ടിക്കുന്ന രീതിയിലായിരിക്കും അവൻ പിടിക്കുന്നത്, ഇല്ലേ? പിന്നീട് അവൻ വരുന്ന സമയത്ത് അവന്റെ തല ഇവിടെ കണ്ടോ, കാല് ഇങ്ങനെ, അപ്പോഴും വട്ടത്തില്ല, നോക്കിയോ. പിന്നീട് ഇവൻ വരും, കണ്ടോ, ഈ മാക്സിമം കാല് എങ്ങനെ അകത്ത് വെക്കാം, കാരണം കാരണം ഇവിടെ ഒക്കെ വരുമ്പോൾ ഇവിടെ റേഡിയസ് കൂടുതലാണ്, അപ്പം ഐയും കൂടുതലായിരിക്കും, അപ്പൊ ആംഗുലാർ വെലോസിറ്റി കുറവായിരിക്കും. എന്നാൽ ഇങ്ങനെ വെക്കുമ്പോഴോ ഇവിടെ റേഡിയസ് കുറവാണ്, ഐയും കുറവാണ്, അപ്പൊ ഒമേഗ എന്ത് ചെയ്യും? കൂടും, ആംഗുലാർ വെലോസിറ്റി കൂടും. ഇവിടെ ആംഗുലാർ വെലോസിറ്റി കൂടുതലാണ്, ഇവിടെ ആംഗുലാർ വെലോസിറ്റി കൂടുതലാണ്. ലാസ്റ്റ് ഇത് വീഴുന്നതിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? അയാളുടെ റേഡിയസ് നന്നായിട്ട് കുറച്ച് നേരെ ഫ്ലാറ്റ് ആകും, കാരണം വെള്ളത്തിലോട്ട് വീഴുമ്പോൾ വെലോസിറ്റി കുറയ്ക്കണം. ആ ഒളിമ്പിക്സില് ഡൈവേഴ്സിന്റെ എങ്ങനെയാ പ്രൈസ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ തവണ ഇപ്പൊ ഒരു 30 മീറ്ററോ 40 മീറ്ററോ ഓരോ ഓരോ മത്സരങ്ങളാണ്. ഇപ്പൊ 30 മീറ്ററിൽ ചാടുന്നത്, 40 മീറ്ററിൽ ചാടുന്നത്, 50 മീറ്ററിൽ ചാടുന്നത്, 10 മീറ്ററിൽ ചാടുന്നത്, അങ്ങനെ കുറെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ 30 മീറ്ററിൽ നിന്നൊക്കെ ചാടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തവണ റൗണ്ട് അടിക്കുന്നവനാണ്, റൗണ്ട് അടിച്ച് വെള്ളത്തിൽ, അതായത് വെള്ളത്തിൽ പതിയുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ എൻസർക്കിൾ ചെയ്യുന്നവനാണ് പ്രൈസ് കിട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ റേഡിയസ് കുറച്ച് പിടിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആംഗുലാർ വെലോസിറ്റി കൂടി നല്ല ഒരു 2-3 വട്ടം ചുറ്റാൻ പറ്റും. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റാൻ പറ്റും. ലാസ്റ്റ് എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ വന്നു വരും. മനസ്സിലായോ? അപ്പം റേഡിയസ് കുറച്ച് പിടിക്കുമ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുമ്പോൾ ആംഗുലാർ വെലോസിറ്റി കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്
ജസ്റ്റ് ഇതിന് താഴോട്ട് എഴുതേണ്ടത് തന്നെ ഈ ഒരു കാര്യം കൂടാണ്. ഈ ഒരു കാര്യം കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് നിർത്താം. അതായത് ഇവിടെ എഴുതണം ഇത് ഇത്ര എഴുതി കഴിഞ്ഞിട്ട്, അതായത് ഇത്ര നിങ്ങൾ എഴുതിയെന്നറിയാം. ഇനി എഴുതേണ്ടത് we know that we know that I is equal to mr square. That is if r increases I also increases. r നിങ്ങൾ ആരോ ഇട്ട് എഴുതല്, ഞാൻ ആരോ ഇട്ടെന്ന് അങ്ങ് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. I also എന്താ, I also increases. Therefore omega എന്ത് ചെയ്യുന്നു, omega decreases. Okay, ഇനിയും if r decreases I also decreases. Therefore omega എന്താ, increases. കേട്ടോ, ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇതേ ഉള്ളൂ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഇവിടെ വന്ന് തീരുകയാണ്. ഞാൻ ചെറുതാക്കാം, എഴുതാനുള്ളവർ എഴുതുക.